കെ.പി.സി.സി സമ്പൂർണ്ണ പുനഃസംഘടനയിൽ തർക്കം രൂക്ഷം. സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ടെന്ന് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. അർഹരായവർക്ക് പരിഗണന ലഭിക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പുതിയ കെ.പി.സി.സി അധ്യക്ഷനൊപ്പം പുതിയ ഭാരവാഹികൾ വേണമോ പഴയവർ തുടരണോ എന്നതാണ് തർക്കം. സമ്പൂർണ്ണ പുനഃസംഘടന നടത്തിയാൽ പുറത്താകുന്നവർക്ക് പുതിയ പരിഗണന നൽകണം. സമ്പൂർണ്ണ പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ പുതിയ നേതാക്കൾക്ക് അവസരം ലഭിക്കുകയുമില്ല. ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പമാണ് പുതിയ കെ.പി.സി.സി നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ടെന്നാണ് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടീനെ നയിക്കേണ്ടത് ജില്ലാ അധ്യക്ഷന്മാരാണ്. അങ്ങനെയുള്ളവരോട് ഇപ്പം മാറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ അവർക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ തന്നെ പരിഗണിക്കാത്തതിലുള്ള നീരസവും മുരളിയുടെ വാക്കുകളിൽ ഉണ്ട്. ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഔദ്യോഗിക സാധനമൊന്നും ഇല്ലല്ലോ, എന്നിട്ട് ഞാൻ സുഖമായിട്ട് പിടിച്ചു നിൽക്കുന്നില്ലേ? നമുക്ക് കഴിവും പ്രവർത്തകരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഒരു സാധനവും ഇപ്പോൾ ഔദ്യോഗികമായിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സാധനം കളയാൻ ആര് വിചാരിച്ചാലൊന്നും പറ്റൂല. ഒക്കെ മുൻ എന്നാൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നാൽ മാധ്യമങ്ങൾ പുനഃസംഘടനയ്ക്ക് പിന്നാലെ നടക്കുന്നതിന്റെ അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുറേ മാധ്യമങ്ങൾ കോൺഗ്രസിൽ പുനഃസംഘടനയില്ല, കുറച്ച് പേര് പുനഃസംഘടനയുണ്ട്, പിറ്റേ ദിവസം പുനഃസംഘടന ഉണ്ടാവും, അപ്പോൾ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് വിട്, ഞങ്ങൾ അതൊക്കെ ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യട്ടെ. അതേസമയം പുനഃസംഘടനാ നടപടികൾക്കായി മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചകൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരംഭിച്ചു എന്നാണ് വിവരം. സമ്പൂർണ്ണ പുനഃസംഘടന എന്ന നീക്കത്തോട് സണ്ണി ജോസഫിനും വലിയ താല്പര്യമില്ല. ഒരുപാട് പേര് കോൺഗ്രസിൽ നല്ല യോഗ്യതയുള്ളവരുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട്, അർഹതയുള്ളവരുണ്ട്. എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ സമയത്ത് നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.